ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് 2030 ലോക അത്ഭുതങ്ങളുടെ ഭാഗമാകാൻ പോകുന്ന സൗദി അറേബ്യയിലെ ഒരു സംരംഭം. അതായത് ദ ലയൺ എന്ന് പറഞ്ഞൊരു വേറൊരു ലോകമായിരിക്കും. അത് ചെയ്യുന്നത് തബൂക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, സൗദി അറേബ്യയിൽ തന്നെ. അവിടെ ഇപ്പം ടോട്ടലി ഇപ്പോൾ അവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഒത്തിരി വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 2030 ഇതൊരു ലോക അത്ഭുതം ആയി മാറാൻ പോകുന്ന സംഭവമാണ്. ഇത് സംഭവം എന്ന് പറയുന്നത് ഏകദേശം ഒരു 200 മീറ്റർ വീതിയിലും അതുപോലെ 170 കിലോമീറ്റർ നീളത്തിലും ഉണ്ടാക്കുന്ന ഒരു രണ്ട് ഗ്ലാസ് പാളികൾക്കുള്ളിലുള്ള ഒരു ലോകത്തെ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിർച്വൽ എക്സ്പ്ലനേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്, കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ 1 മണിക്കൂറോളം ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറണം, ഫ്രീ ആണ് ടിക്കറ്റൊക്കെ. അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ടോട്ടലായിട്ട് കാണുക, എന്നാലേ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ്. ഇതിപ്പോൾ ആ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഔട്ട്സൈഡിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നേക്കുന്ന ഒരു പ്രകൃതിയാണ്. നമ്മളിന്ന് വന്ന ദിവസം എന്ന് പറയുന്നത് നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ തണുപ്പും സീസണാണ്. ഇതിപ്പോൾ മൊത്തത്തിൽ സൗദിയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നിയോമിൻ്റെ അണ്ടറിലാണ് ഇത് ചെയ്യുന്നത് ഫുള്ളായിട്ട്. ഇത് നിയോമിൻ്റെ ഒരു ലോഗോയും അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന് പറയുന്നത് ലൈൻ എന്നുള്ളതാണ് ആ ബിൽഡിങ്ങിൻ്റെ. അപ്പം ലൈൻ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതതിൻ്റെ എൻട്രൻസ് ഭാഗമാണ്, നമ്മൾ അകത്തോട്ട് പോകുമ്പോഴാണ്. ഈ ഒരു ലൈനിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിനകത്ത് വർഷം മൊത്തത്തിൽ ഒരേപോലത്തെ കാലാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാ ആക്സസും, അതായത് ഏകദേശം ഒരു 9 മില്യൺ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇവരുണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അത്രയും വളരെ വലിയൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ 2030 സൗദി ലോകത്തിൻ്റെ ഭാഗത്ത് മറ്റൊരു അത്ഭുതം കൂടെ കാണിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ദ ലൈൻ എക്സ്പീരിയൻസ് കാണാനാണ് നമ്മളിപ്പോൾ അകത്തോട്ട് പോകുന്നത്. അകത്തോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു റിസപ്ഷൻ ഏരിയ. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തോട്ട് പോകേണ്ടത്. സ്റ്റാർട്ടിങ് ഏകദേശം 1 മണിക്കൂറുള്ളൊരു ടൂറാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന മൊത്തം അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വിർച്വലായിട്ടുള്ള എഫക്റ്റാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് റിസപ്ഷനിൽ തന്നെ ഒരാൾ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ടൂർ ഗൈഡ് നമ്മളൊപ്പം ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. നമ്മളിവിടെ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരാൾ ഒരു ബ്രീഫായിട്ടുള്ള തരുന്നുണ്ട്. ഇവിടുത്തെ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള റിസപ്ഷൻ ഏരിയയാണിത്. അപ്പം ഇവിടെ തന്നെ കുറേ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു സെറ്റപ്പായിട്ടുള്ള സംഭവമാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പം ഇതിലുമൊക്കെ മനോഹരമായിരിക്കും തീർച്ചയായിട്ടും. പിള്ളേർ കണ്ടോ, ഇപ്പൂസുണ്ട്, ഇസക്കുട്ടനുണ്ട്, എല്ലാവരും കൂടെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ 3 വയസ്സ് താഴെയുള്ളവരെ കേടത്തിലെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. ഇവിടെ ഓരോ മണിക്കൂർ ഗ്യാപ്പിലാണ് ഇവിടുത്തെ ടൂറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് സമയത്ത് നമ്മൾ നേരത്തെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ള റിസപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ തന്നെ വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളിലൊക്കെ കുറേ കാര്യങ്ങൾ ഒരു ഡിസ്പ്ലേ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് അകത്തോട്ട് പോകാം. അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അകത്താണ്. അപ്പം അതിൻ്റെ അകത്തുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെയാണിത്. അപ്പം ഞങ്ങളിത് ഏകദേശം ഒരു 9 പേരുടെ ഗ്രൂപ്പായിട്ടാണ് വന്നത്. എല്ലാവരും ഇതുപോലെ പല ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ഏരിയ ആണ്. അപ്പം ഇതിലൂടെയാണ് നമ്മളിപ്പം അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഓരോ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിത് ഫുള്ളായിട്ട് അങ്ങനെ കേട്ട് നിൽക്കണമെങ്കിൽ നിൽക്കാം. കാരണം ടോട്ടലി 1 ഹവറുള്ള ഒരു ടൂർ പ്രോഗ്രാമാണ് ഇതിനകത്തത്. നമ്മളിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കേട്ട് നിൽക്കുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഫസ്റ്റ് ഫോട്ടോ കാണുന്നതാണ് ലൈനിൻ്റെ ഒരു സംഭവം. ഫിസിക്കലി നമ്മളെങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഇതാണ് സംഭവം. ഒരു ഗ്ലാസ് ബിൽഡിങ്, 170 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു ഗ്ലാസ് ബിൽഡിംഗ് ആയിരിക്കും.
അപ്പോൾ ഈ നിയോം എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന സ്ഥലം ടോട്ടലി നല്ലൊരു മരുഭൂമിയാണ്. അപ്പം അതിന് നടുക്കായിട്ടാണ് ഒത്തടുക്കാണ്ട് വരുന്നത് ഇപ്പോൾ ഒരു ഇങ്ങനൊരു പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കുറേ വർക്കുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അവിടുത്തെ ഫുൾ പ്രോജക്റ്റിൻ്റെ ഒരു ഡിസ്പ്ലേ അവിടെ തന്നിട്ടുണ്ട് ഓരോ പൊസിഷനെ വെച്ചിട്ട്. അവിടെ നിയോമിൻ്റെ ടോട്ടലുള്ള പ്രൊജക്റ്റിൻ്റെ പല ലൊക്കേഷൻസിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ട്രൊജേന എന്ന് പറഞ്ഞ പേരുണ്ട്, ദ ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഒക്സഗൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ അപ്പം ടൂർ ഗൈഡുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതായിട്ട് അന്നിപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഒരു സംഭവം മെയിനായിട്ട് അവർ ഇത് ചെയ്തേക്കുന്നത് ലൈൻ എന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ അതിൻ്റെ ഒരു സൈഡായിട്ട് അവർ കാണിച്ചിട്ടുണ്ടെങ്കിലും മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത് ലൈൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഈ ലൈൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ലോകത്തിൻ്റെ എല്ലാ ഒരു രാജ്യത്തെയും ക്ലൈമറ്റും കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ന്യൂയോർക്കിലെ ഉണ്ട്, ലണ്ടൻ ഉണ്ടാവും, അതുപോലെ റിയാദിലെ കറണ്ട് ഇവിടുത്തെ തന്നെ ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിലുള്ള ഒരു വേൾഡിലെ എല്ലാ ക്ലൈമറ്റുകളും ഒന്നിച്ചുള്ളൊരു സ്ഥലമായിരിക്കും ഇത്. ഇവിടെ ആ ഒരു ലൈനിൻ്റെ ഫുള്ളായിട്ടൊരു ഡിസ്പ്ലേ തന്നിട്ടുണ്ട് നമുക്ക്. ഇതുപോലെ തന്നെ കണ്ടോ, കംപ്ലീറ്റ്ലി മരുഭൂമിയുടെ നടുക്കൂടെ പോകുന്ന ഒരു ഗ്ലാസ് ബിൽഡിംഗ് ആയിരിക്കും ഈ സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്പ്ലേ കാണിക്കുന്നത് ഇപ്പം അതിനകത്തത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളുമൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയാണ്. ഈ ഒരു കൺസെപ്റ്റാണ് ഈ ലൈനിൻ്റെ ഇൻസൈഡിൽ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഡിസ്പ്ലേ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഫെസിലിറ്റീസിലോട്ടും ഇവിടെ താമസിക്കുന്നവർക്കുള്ള ആക്സസിന് വന്ന് വെറും 5 മിനിറ്റ്സിനുള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഒരു ചെയ്തിരിക്കുന്നത് പറയുന്നത്. എക്കോ ഫ്രണ്ട്ലി, ഇതിനകത്ത് റോഡുകളൊന്നുമില്ല. അതായത് കാറും കാർബൺ ഡയോക്സൈഡ് എമിഷൻ ചെയ്യുന്ന തരത്തിലുള്ള വാഹനങ്ങളൊന്നും ഇതിനകത്ത് കാണത്തില്ല. അപ്പോൾ ടോട്ടലി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നേച്ചറുമായിട്ട് ചേർന്നുള്ളൊരു സംഭവമാണിത്. ഇത് ചെയ്തേക്കുന്നത് അതിനകത്തെ ഒരു കൺസെപ്റ്റാണ്. ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി ഉള്ളതിനൊരു കൺസെപ്റ്റാണിത്.
അപ്പം ആദ്യമേ കാണിച്ചിരുന്ന അങ്ങനത്തെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ലൈവായിട്ടുള്ളൊരു ഏരിയയിലോട്ടാണ് അപ്പോൾ വന്നേക്കുന്നത് നമ്മൾ ദ ഹിഡൻ മറീന എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഒരു സംഭവമായിരിക്കും അകത്ത് ബിൽഡിങ്ങിൻ്റെ എല്ലാം അകത്ത് ഉണ്ടാകുന്നത്. ആ ഒരു ലൈനിനകത്ത് ക്രിയേറ്റ് ആവുന്ന സംഭവമായിരിക്കും. നമ്മളിപ്പം ഇതിനകത്തൂടെ പോകുമ്പം അതായത് ലൈൻ ബിൽഡിങ്ങിനകത്ത് രണ്ട് സൈഡിലും നമുക്ക് മരുഭൂമിയും അതുപോലെ തന്നെ സീയും ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇവിടെ അതിൻ്റെ തന്നെ ഒരു ഫുള്ളി ഒറിജിനൽ എന്താ പറയുക ലൈനകത്തുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ബിൽഡിങ്ങിനകത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. താങ്ക് യു. ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ തന്നെ നിൽക്കുന്നത്. هذا سكشن إذا ليفبلتي برسمت. أوكي. طبعا هذا نصممها على شكل بوابات ഒരു പാട്ടാണ് നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ. ഇവിടെ ഓരോന്നിൻ്റെ എനിക്ക് തോന്നുന്ന സെക്ഷനാണെന്നാണ് അവർ പറഞ്ഞത്. ഓരോ ഏരിയയെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള സെക്ഷനാണ് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഓരോ ഒന്നും വെച്ചേക്കുന്നത് ആ ലൈനകത്തുള്ള ഓരോ പൊസിഷൻ ഓരോ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ട് നമുക്ക് പോകാം. ഏകദേശം 500 മീറ്റർ ഹൈറ്റിലാണ് നമുക്ക് ഈ ലൈൻ വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നുള്ളൂ എന്തുമാത്രം ഹൈറ്റിലാണെന്നുള്ള കാര്യം. ഏകദേശം നമ്മുടെ ബുർജ് ഖലീഫയുടെ ഒക്കെ ഒരു ഹൈറ്റിലാണ് അപ്പോൾ ആൾക്കാർ താമസിക്കാൻ പോകുന്നത് ഇതിനകത്ത്. നല്ലോണക്കുള്ള ക്രൗഡ് വരുന്നുണ്ട്. നല്ല ഇത് കാണാനായിട്ട്. കാരണം ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ് തന്നെ. അതിൻ്റെ ഡീറ്റെയിൽസ് 2009 നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് ഇങ്ങനൊരു അവസരം തരുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പുതിയൊരു സ്ഥലത്തോട്ട് ഇപ്പോൾ പോകണം. ഇവിടെ നമുക്ക് ഹോൾ പാത്രേ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുള്ള് ഈ ഒരു ബിൽഡിങ് സെറ്റ് ചെയ്തേക്കുന്ന ബ്ലാക്ക് കളറില്ല, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു ഭയങ്കര ലുക്കുണ്ട് അതിന്. ഇത് അറിയുന്നത് നിയോം ഫ്ലോറ എന്നുള്ളൊരു ഏരിയ ആണ്.
ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് അതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ആണെന്ന് തോന്നുന്നു. ഫ്ലവേഴ്സും അല്ലെങ്കിൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഭയങ്കര ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഉൾപ്പെടെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ ഒരു സാധനം നമുക്ക് അറിയാവുന്നത് നമ്മുടെ തൊട്ടാവാടിയില്ലേ, തൊട്ടാവാടി വരെ ഇതിനകത്തൊരു പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഗോതമ്പാണെന്ന് തോന്നുന്നു. നമുക്ക് കണ്ടുപരിചിതമായിട്ടുള്ള ഐറ്റംസ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഉള്ളൂ. പിന്നെ എന്തുവാ, തുമ്പപ്പൂ പോലത്തെ ഐറ്റംസ് ഉണ്ട്. തുമ്പപ്പൂ ആണെന്ന് അറിയത്തില്ല. അവർ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. സോ ബൈ ബൈ, സി യു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകളൊക്കെ കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ സൗദി അറേബ്യയിലാണെന്നുള്ള ഒരു ഫീൽ നമുക്കില്ല. നല്ല കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ അടുത്തൊരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ 5th ലെവലാണ്. ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന മിറർ ലൈൻ എന്നുള്ളൊരു ഡീറ്റെയിലാണ്. അപ്പോൾ ഇവിടെ ബിൽഡിങ്ങുകളുടെയൊക്കെ അതിനകത്ത് കാണുന്ന വരാൻ പോകുന്ന ബിൽഡിങ്ങുകളുടെയൊക്കെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. ആർക്കിടെക്ചറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഇവരുടെ തലയിലാണ്. അപ്പോൾ ഈ ഒരു ലൈൻ എന്നുള്ളൊരു സംഭവം വർക്കാകാൻ പോകുന്നത്. ഏത് രാജ്യക്കാരാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല, നമുക്ക് ഡീറ്റെയിൽ അറിയത്തില്ല. അപ്പോൾ ഇത് അതിനകത്തുള്ള ബിൽഡിങ്ങുകളുടെ രൂപം തന്നെയാണ്. അതിനകത്തുള്ള ലിവിങ് സ്പേസിൻ്റെയും എല്ലാ കാര്യങ്ങളും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പ് ആയിരിക്കും ലൈനിനുള്ളിൽ. ഇതിൻ്റെയൊക്കെ മുന്നേ നിന്ന് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ടായിട്ട് കിട്ടുന്നുണ്ട്. സോറി, എന്താണെങ്കിലും ഇത് 2030 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയും പോകാൻ പറ്റുവാണെങ്കിൽ അവിടെ പോകണം എല്ലാവരും. കാരണം അതൊരു ഭയങ്കര അനുഭവം തന്നെയാണിത്.
നമ്മുടെ നോർമലായിട്ടുള്ള ഒരു മനുഷ്യസങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇവിടെ. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഐറ്റംസാണ്. നടക്കുന്ന കൺസ്ട്രക്ഷൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഒരു വീഡിയോയിൽ ഡിസ്പ്ലേ ആകുന്നത്. അപ്പോൾ ഇത്രയും ആർക്കിടെക്ചറിൻ്റെ ഓരോ സൈഡിലുള്ളവർക്കും ഓരോ രീതിയിലുള്ള ഒരു നിർമ്മിതികളായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, നമുക്കറിയത്തില്ല. അപ്പോൾ കുറച്ച് പേര് കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ടൂറ് ഇവിടെ കൊണ്ട് എൻഡാവുകയാണ്. നമുക്കിവിടെ ഫിനിഷിംഗ് ടൈമിൽ ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഉള്ളൊരു ബ്രോഷർ നമുക്ക് തരുന്നുണ്ട്. ഇതൊരു ഫിനിഷിംഗ് ലൈനാണ്. അപ്പോൾ നിയോം ലൈനിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആകുവാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ ബൈ. Bye bye.